പണ്ട് ബ്രഹ്മാവിനെ സ്വാധീനിച്ച് അസുര സഹോദരങ്ങളായ ചന്ദനും മുണ്ടനും ഒരു വരം ലഭിച്ചു. ആണിനും പെണ്ണിനും ഇവന്മാരെ കൊല്ലാൻ കഴിയില്ല എന്നായിരുന്നു ആ വരം. പിന്നെ ഇവന്മാർ കളിച്ച കളിയായി നാട്ടുകാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പ്രശ്നം വീണ്ടും ബ്രഹ്മാവിൻ പടിക്കലെത്തി. ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത മഹാദേവി ആ പ്രശ്നം ഏറ്റെടുത്തു. ചന്ദനും മുണ്ടനും മുട്ടുമടക്കി. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഇവന്മാർ കൈതയുടെ വേഷത്തിൽ ഒളിച്ചിരിപ്പായി. മഹാദേവി കൈതവരമ്പിലൂടെ നടക്കുന്നു. നല്ല കാറ്റ്. 2 കൈതക്ക് കാറ്റിൽ ഇളകാതെ നിൽക്കുന്നു. മഹാദേവിക്ക് ബോധ്യമായി ഇവന്മാർ ചന്ദനും മുണ്ടനും തന്നെ. മഹാദേവി വാളു വീശി 2നെയും കൊന്നുകളഞ്ഞു. ഇതാണത്രേ കൈതച്ചാമുണ്ടി. ചാമുണ്ടി ഉറഞ്ഞു തുള്ളി കൈത അറുത്തെടുത്തു വരുന്നതാണ് പ്രധാനം. പോകുന്നത് പോലെയല്ല തിരിച്ചുവരവ്. ശരീരത്തിൽ ചോരമയം ഉണ്ടാകണമല്ലോ. പോകുമ്പോൾ ഒരു കോഴിയെയും കരുതിയിട്ടുണ്ടാകും. കോഴിയെ കടിച്ചു കീറി ശരീരമാസകലം ചോര പൂണ്ടാണ് തിരിച്ചുവരവ്.